ഇത് രണ്ടും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമായിരിക്കും, അത് ഗ്യാരണ്ടീഡ് ആണ്. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾ വിജയിച്ചില്ല എങ്കിൽ ഭൂമിയിൽ വേറൊന്നും നടക്കൂല. സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഓൾറെഡി കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ +2 സ്റ്റുഡൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ്. പൊളിറ്റിയാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ, പൊളിറ്റിയിൽ NCERT എന്നുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് പഠിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ നേരത്തെ തുടങ്ങുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടയറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഹൗ ടു സ്റ്റാർട്ട് മൈ UPSC സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള, അതായത് ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്കല്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അതായത് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ ക്ലിയർ ചെയ്യുക എന്നതിലുപരി ഈ ഒരു എക്സാം പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. അതൊരു ഈസി ടാസ്ക് അല്ല. നിങ്ങൾ PSC പരീക്ഷയ്ക്കോ ഒരു ഡിഗ്രി എക്സാമിനോ ഒന്നും പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 years ആണ് മിനിമം. 1.5 വർഷം മിനിമം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഈസി ജേണി അല്ല, വളരെ ലോങ് ആയിട്ടുള്ള ഡ്യൂറേഷനിലേക്ക് വേണം. അപ്പോൾ ഇവിടെ അത്രയും കാലം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനും നിങ്ങളുടെ കയ്യിൽ വേണം. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ഇടുകയും വേണം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു 1.5 വർഷം തുടർച്ചയായിട്ട് പഠിക്കാനും റിവിഷൻ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സും താല്പര്യമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. സോ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ആദ്യം ചോദിക്കുന്നുണ്ട്. വൈ ഷുഡ് ഐ പ്രിപ്പയർ എന്നുള്ള ചോദ്യം നിങ്ങൾ ആദ്യം ചോദിക്കണം നിങ്ങളോട് തന്നെ. ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം, എന്തുകൊണ്ട് ഞാൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ആ ഉത്തരം മറ്റൊരാളോട് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നിങ്ങൾ ഈ ഒരു ഡിഫിക്കൽട്ട് പാത്തിലൂടെ അടുത്ത 1.5 വർഷത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടോടുകൂടി മോട്ടിവേഷനോടുകൂടി കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു റീസൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാരണം മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് UPSC സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് കടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഓർത്ത് വെക്കേണ്ട കാര്യം, എല്ലാ ആൾക്കാരും ഒരേപോലെയല്ല UPSC സിവിൽ സർവീസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് മുന്നിൽ എത്ര സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളത്, പ്രിപ്പറേഷനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, ചിലപ്പോൾ ഫസ്റ്റ് ഇയറിലായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലായിരിക്കാം, ചിലപ്പോൾ തേർഡ് ഇയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ +2 കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ വളരെ ചെറിയ കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും ഒക്കെ നമ്മളുടെ ചോദിച്ച് എൻക്വയറിക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾ എഴുതാൻ പോകുന്നത് അടുത്ത വർഷത്തെ എക്സാം അല്ല എഴുതുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള, അതായത് ഒന്നിലധികം വർഷങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത വർഷത്തെ എക്സാം അല്ല നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ അപ്പുറത്തെ എക്സാമാണ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എക്സാമുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട രീതി വ്യത്യസ്തമാണ്. അതേസമയത്ത് നെക്സ്റ്റ് ഇയറിലുള്ള എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന, ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആദ്യം നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഓൾറെഡി കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ +2 സ്റ്റുഡൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ നേരത്തെ തുടങ്ങുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടയറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഉദാഹരണത്തിന്
പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയറിംഗ് ആണ്. ബിക്കോസ് ഈ ഒരു പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു 1.5 വർഷം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾ 3.5 വർഷം അല്ലെങ്കിൽ 2.5 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ടയറിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബോറിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, മോണോട്ടോണസ് ആണ്, ഒരേപോലെയുള്ള കാര്യം തന്നെയാണെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നേരത്തെ തുടങ്ങുക എന്ന് പറയുന്നത് ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വർക്ക് ചെയ്യും. എങ്കിലും ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുക, എനിക്ക് പ്രിപ്പയർ ചെയ്യണം, നേരത്തെ പ്രിപ്പയർ ചെയ്താൽ കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലേ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു 2 ഇയർ അല്ലെങ്കിൽ 2.5 ഇയർ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈവൻ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി പഠിക്കുകയാണ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, അത് ഈവൻ ബിഗിനർ ആണെങ്കിൽ പോലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. UPSC സിവിൽ സർവീസ് എക്സാം എങ്ങനെയാണ്, ഇത് എന്താണ്, എങ്ങനെയാണ് ഈ എക്സാം, അതിൻ്റെ സിലബസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് ചില ആൾക്കാർ പറയും സിവിൽ സർവീസ് എക്സാമിന് ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളെക്കുറിച്ചും ചോദ്യം വരും. അങ്ങനെയല്ല, വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, വ്യക്തമായിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു സിലബസ് മനസ്സിലാക്കണം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പ്രിലിംസ് എക്സാം എന്താണ്, അതിൽ 2 പേപ്പർ ഉണ്ട്, അപ്പോൾ CSAT ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രിലിംസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, അതിൻ്റെ ടൈപ്പ് ഓഫ് എങ്ങനെയാണ്, മെയിൻസിൻ്റെ എങ്ങനെയാണ്, മെയിൻസ് എത്ര പേപ്പർ ഉണ്ട്, ഏതൊക്കെ പേപ്പറാണ്, ഓപ്ഷണൽസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ഓപ്ഷണൽസ് ആണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം മാൻഡേറ്ററി പേപ്പേഴ്സ് ഉണ്ട്, മാൻഡേറ്ററി പേപ്പേഴ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. അതായത് UPSCയുടെ ഒരു സിലബസിലൂടെ കടന്നു പോവുക, UPSCയുടെ ഒരു പഴയ നോട്ടിഫിക്കേഷൻ എടുത്ത് വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കടന്നു പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. അതായത് ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം, എന്താണ് ഈ ഒരു എക്സാമിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ആക്ച്വൽ പഠനം, അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുള്ള പഠനത്തിലേക്കൊക്കെ കടക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഈ ഒരു എക്സാമിനെ മനസ്സിലാക്കുക, ഈ എക്സാമിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ജേണിയെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനീഷ്യലി ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് UPSCയുടെ പ്രീവിയസ് ഇയറിലെ നോട്ടിഫിക്കേഷൻ, അതായത് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ UPSCയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അത് നിങ്ങൾക്കെടുത്ത് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച്, എക്സാമിൻ്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കേണ്ട, 1-2 വീഡിയോസ് എടുത്തിട്ട് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ എക്സാമിനെ കുറിച്ചും പാറ്റേണിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക, പിന്നെ സിലബസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയാണ് പഠനത്തിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ പഠനത്തിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ആദ്യം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. സ്റ്റുഡൻസ് ഇൻ ദ സെൻസ് ഡിഗ്രി സ്റ്റുഡൻസ്. അപ്പോൾ ഇവർക്ക് അടുത്ത വർഷത്തെ പ്രിലിംസ് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ എക്സാം അല്ല ഇവർ എഴുതാൻ വേണ്ടി പോകുന്നത്, അതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇവർക്ക് 2 വർഷത്തിലധികം 2 ഇയേഴ്സിലധികം പ്രിപ്പറേഷന് ഉണ്ട് എന്നുള്ള അസംഷനിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 വർഷത്തിലധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ 2 വർഷത്തെ 1 വർഷം എന്ന് തിരിക്കുക, അടുത്ത 1 വർഷം എന്നിങ്ങനെ തിരിക്കുക. അതായത് 2 വർഷത്തെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് 3 വർഷം ഉണ്ടെങ്കിൽ ഇതിന് 2 ഇയർ 1 ഇയർ എന്ന രീതിയിൽ തിരിക്കുക. ഓക്കെ, അതായത് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണെങ്കിൽ ആദ്യത്തെ 2 വർഷത്തെ ഫസ്റ്റ് എടുക്കുക, പിന്നെയുള്ള 1 വർഷത്തെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ 2 ഇയർ എന്നുള്ളതിൽ അല്ലെങ്കിൽ 1 ഇയർ എന്ന് പറയുന്ന പീരീഡിൽ, അത് നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഡിഗ്രി തുടങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് ഇവിടെ ആക്ച്വലി നിങ്ങൾ നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതായിട്ടുള്ളത്. എന്താ ബേസ് ബിൽഡ് ചെയ്യുക, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത്? നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്, എക്കണോമി പഠിക്കാനുണ്ട്, പൊളിറ്റി പഠിക്കാനുണ്ട്, എൻവയോൺമെൻറ്റ് പഠിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് NCERT എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് ക്ലാസ് 6 മുതൽ ക്ലാസ് 12 വരെയുള്ള NCERTs എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള NCERTs ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച്, ഓൾറെഡി ഇൻ്റർനെറ്റിൽ ഒരുപാട് സോഴ്സസിൽ പറയുന്നുണ്ട് ഇന്ന ഹിസ്റ്ററിക്ക് ഇന്ന NCERT ആണ്, ജോഗ്രഫിക്ക് ഇന്ന NCERT ആണെന്നുള്ളത്. അപ്പോൾ ആ NCERTs എടുത്തിട്ട് ഓരോ സബ്ജക്റ്റുകളായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC പ്രിപ്പറേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി എന്നുള്ളത് മാത്രമല്ല, സ്റ്റഡി പ്ലസ് നോട്ട് വേണം, അതുപോലെ തന്നെ റിവിഷൻ നടത്തണം, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം പഠിക്കുമ്പോൾ പ്രാക്ടീസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട,
പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക, റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ ക്രിസ്പായിട്ടുള്ള നോട്ടുകൾ ഉണ്ടാക്കുക, ക്രിസ്പായിട്ടുള്ള നോട്ട്, അതേപോലെ പകർത്തി എഴുതാനല്ല, ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക. പഠിക്കുന്ന ദിവസം തന്നെ അത് റിവിഷൻ ചെയ്യുക. കാരണം നമ്മൾ എന്ത് വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ട്, കുറച്ച് സമയത്തേക്കേ നിൽക്കുള്ളൂ. അപ്പോൾ അത്രയും കാലത്തേക്കേ നമുക്കത് ഓർമ്മയുണ്ടാവുള്ളൂ. അങ്ങനെ പോരാ, നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ അടുത്ത 2 വർഷം 2.5 വർഷത്തേക്ക് ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ പഠിച്ചത് അന്ന് തന്നെ വായിച്ച് ഓർമ്മയിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നോക്കുക. പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കൽ കൂടുമ്പോഴൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ NCERTs വായിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ, ഹിന്ദുവോ ദ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറെ ജസ്റ്റ് വായിക്കാൻ വേണ്ടി തുടങ്ങുക. ജസ്റ്റ് വായിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളത് മാത്രം. അതിൽ നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ന്യൂസ് പേപ്പറിലെ വാർത്തകളെയൊക്കെ കടന്നു പോകാൻ വേണ്ടി തുടങ്ങുക. മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷണലായിട്ട് എടുക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ്, ഓപ്ഷണലായിട്ട് ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് നിങ്ങൾ ഡിഗ്രിക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതേ സബ്ജക്റ്റ് തന്നെയാണ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നതെങ്കിൽ ഓപ്ഷണലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. UPSCന്ന് ഓപ്ഷണലിൻ്റെ സിലബസ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സിലബസുമായിട്ടൊക്കെ ഒത്തുനോക്കി അതിൽ നിന്നും ഓപ്ഷണൽ മെല്ലെ മെല്ലെ ആ സബ്ജക്റ്റ് തന്നെയാണെങ്കിൽ ഡിഗ്രിക്ക് അത് പഠിച്ചു തുടങ്ങാം. ഇൻ കേസ് നിങ്ങൾ സിവിൽ സർവീസ് ആണ് എയിം ചെയ്യുന്നത്, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓപ്ഷണലായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്നെ നിങ്ങൾ ഡിഗ്രിക്ക് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷണൽ പാരലലി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ പ്രിപ്പറേഷൻ ടൈമിൽ 2-ലധികം വർഷങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 3 വർഷം ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 വർഷം NCERTs എല്ലാം കവർ ചെയ്ത് അതിൽ നിന്ന് ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ റിവിഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ പ്രാവശ്യം NCERT വായിക്കുന്നതിനും നമ്മൾ ഉണ്ടാക്കിയ ക്രിസ്പായിട്ടുള്ള നോട്ടുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ന്യൂസ് പേപ്പറിലെ ന്യൂസുകളിലൂടെ കടന്നു പോവുക. നമ്മുടെ ലോകത്തും രാജ്യത്തും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓപ്ഷണൽ പ്രിപ്പറേഷൻ പാരലലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഡിഗ്രി സിലബസ് തന്നെയാണ്, സബ്ജക്റ്റ് തന്നെയാണെങ്കിൽ പാരലലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അവസാനത്തെ നെക്സ്റ്റ് ഇയർ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന 2026 മെയ്യിലെ എക്സാം ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ഇത് 2024 ഏപ്രിൽ മുതൽ 2025 ഏകദേശം ഒരു മെയ് വരെ നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷമുള്ള 2 ഇയർ ആണ് കാണുന്നത്. അതിനുശേഷമുള്ള 2025 ജൂൺ മുതൽ 2026 മെയ് വരെയുള്ള പീരീഡ്, ഈ ഒരു പീരീഡിൽ നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, കാരണം ഇതാണ് ആക്ച്വലി UPSCക്ക് വേണ്ട പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾ NCERTസിലൂടെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ന്യൂസ് പേപ്പറിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഓപ്ഷണൽ പ്രിപ്പറേഷൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. ഇൻ കേസ് ഓപ്ഷണൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഇവിടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ബുക്കുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് അവിടെ ഇന്ത്യൻ പൊളിറ്റി നിങ്ങൾ NCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ബുക്കായിട്ടുള്ള ലക്ഷ്മികാന്തിലൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക. നോട്ട്സ് മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്റ്റഡി നോട്ട് മേക്കിംഗ് റിവിഷനിലാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ ഫൈനൽ, അതായത് അവസാനത്തെ പ്രിപ്പറേഷൻ ഇയറിൽ നമ്മൾ പ്രാക്ടീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. റിവിഷനും പ്രാക്ടീസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ബുക്കുകളിലേക്ക് കടക്കുക, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് കാണുക, അതിൻ്റെ നോട്ട്സ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോട്ട്സ് മേക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നോട്ട്സ് മേക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പായിരിക്കണം, നിങ്ങൾക്ക് വേഗം ഓർത്തെടുക്കാൻ പറ്റുന്ന സംഭവമായിരിക്കണം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ്, അതുപോലെ തന്നെ ഇവിടെ ഡെയിലി പ്രാക്ടീസുകൾ, ആൻസർ റൈറ്റിംഗ് ആയിക്കോട്ടെ, പ്രിലിംസ് ആയിക്കോട്ടെ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എസ്സേ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഓപ്ഷണലിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓപ്ഷണൽ ഇവിടെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായിട്ട് ഓപ്ഷണലിൻ്റെ റിവിഷൻ ഒക്കെ ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ബേസിസ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്കുകൾ അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് കോർ ഐഡിയാസ് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. വളരെ വേഗത്തിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ 2 വർഷമോ അതിലധികമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ, അതായത് തുടക്കത്തിൽ നിങ്ങൾ NCERTs വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സബ്ജക്റ്റ് വൈസ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം 6ാം ക്ലാസ്, പിന്നെ 7ാം ക്ലാസ്, അങ്ങനെയല്ല. ഹിസ്റ്ററിയാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ ഹിസ്റ്ററിയിൽ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് 6ലെ NCERT, ക്ലാസ് 8ലെ NCERT, അതുപോലെ തന്നെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 1 എന്ന് പറയുന്ന ബുക്കും എടുത്തിട്ട് ആ 3 ബുക്കുകൾ പഠിച്ചിട്ട് അതിൽ നിന്ന് ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക, അത് റിവിഷൻ ചെയ്യുക, അത് സെറ്റ് ആക്കുക. അതിനുശേഷം അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കുക, ഓപ്ഷണൽ പ്രിപ്പറേഷൻ ചെയ്യുക. സെക്കൻഡ് ഇയറിലാണ് അല്ലെങ്കിൽ ഫൈനൽ 1 ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, അതിനൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുക,
നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു 2 വർഷത്തിലധികമുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടതാണ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഓൾറെഡി വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഫ്രഷ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇവർ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇയറിലേക്കായിരിക്കും ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് 2024 ഏപ്രിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 2025 മെയ്യിലെ എക്സാം ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 months അല്ലെങ്കിൽ 10 months, 10 to 12 months ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 13 months ഒക്കെ ആയിരിക്കും ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം NCERT, നമ്മൾ അതിനുശേഷം സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ടൈം പോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിയാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ, അതായത് പൊളിറ്റിയാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ പൊളിറ്റിയിൽ NCERT എന്നുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് പഠിക്കുക. ഉദാഹരണത്തിന് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ വൈ കൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നീഡഡ് എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലക്ഷ്മികാന്തിൻ്റെ ചാപ്റ്റേഴ്സ് പഠിക്കുക. അതായത് ഒരു ആദ്യം NCERT പഠിക്കുക, എന്നിട്ട് ലക്ഷ്മികാന്ത് പഠിക്കുക എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് പോകുന്നതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് അങ്ങനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ NCERTയിൽ ഏത് ചാപ്റ്റർ പഠിക്കണം, ലക്ഷ്മികാന്തിൽ ഏത് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റിസ്ക് നിൽക്കേണ്ട, വേഗം NCERTs പഠിച്ചു തീർക്കുക, എന്നിട്ട് ലക്ഷ്മികാന്ത് പഠിച്ചു തീർക്കുക. അതായത് ആദ്യം NCERTs എല്ലാം തീർന്നിട്ട് സ്റ്റാൻഡേർഡ് ബുക്കുകളിലേക്ക് കടക്കുക എന്നുള്ളൊരു അപ്രോച്ച് എടുക്കരുത്. പൊളിറ്റി NCERT തീർക്കുക, പൊളിറ്റി ലക്ഷ്മികാന്ത് തീർക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജോഗ്രഫി NCERTs തീർക്കുക, പിന്നെ GC ലിയോങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് വേണമെങ്കിൽ കവർ ചെയ്യുക. എക്കണോമി NCERT തീർക്കുക, എക്കണോമി രമേഷ് സിംഗ് തീർക്കുക. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകൾ, കാരണം തുടക്കം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പീരീഡാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റിലായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, ഒന്നിലധികം വർഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പൊളിറ്റി NCERT, പൊളിറ്റി ലക്ഷ്മികാന്ത്, അല്ലെങ്കിൽ എക്കണോമി NCERT, എക്കണോമി രമേഷ് സിംഗ് എന്ന രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആരായിക്കഴിഞ്ഞാലും സിലബസ് മനസ്സിലാക്കുക, എക്സാം പാറ്റേൺ മനസ്സിലാക്കുക, എക്സാമിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ഈ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റ് തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓർത്ത് വെക്കുക, എക്സാം പ്രിപ്പറേഷന് എപ്പോഴും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റഡ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഒന്ന്, പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗം തന്നെയാണ് നോട്ട് ഉണ്ടാക്കുക, ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. രണ്ടാമത്താണ് പഠിക്കുന്നത് അന്നന്ന് റിവിഷൻ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തതാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ സ്റ്റാറ്റിക് പഠിക്കാനുണ്ട്, അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്, രണ്ടും റിവിഷൻ ചെയ്യാനുണ്ട്, ഓപ്ഷണൽ പഠിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് സ്ട്രാറ്റജിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസ് ആക്സസിബിൾ ആവും. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഡൗട്ടുകളാണ്, എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഓർത്ത് വെക്കുക, അത്തരം ഡൗട്ടുകളും മറ്റുമൊന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള ഫിയറും ഉണ്ടാവരുത്. സ്ട്രിക്ട്ലി ഫോക്കസ് ഓൺ യുവർ സ്ട്രാറ്റജി. എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം ക്ലിയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നത്, ആ ഒരു സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 1-to-1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. കാരണം ഓരോരാളുടെയും സാഹചര്യം വ്യത്യസ്തമാണ്, ഓരോരാളുടെയും പ്രിപ്പറേഷൻ രീതികൾ വ്യത്യാസമാണ്, ഓരോരാളുടെയും ടൈം അവൈലബിലിറ്റി വ്യത്യാസമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഇതിനെ പാറ്റേൺ ചെയ്യേണ്ടി വരും. പക്ഷെ ഓർത്ത് വെക്കുക, നമുക്ക് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യേണ്ടത് 1 ഗോയിലാണ്, ഒറ്റ വർഷം ക്ലിയർ ചെയ്യണം.
അതിനു വേണ്ടിയിട്ട് ഈ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് പഠിക്കണം, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് റിവിഷൻ ചെയ്യണം, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് ആദ്യം പ്രിലിംസിന്, അത് കഴിഞ്ഞിട്ട് മെയിൻസിന്, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എന്നല്ല, ഇതെല്ലാം നമ്മൾ ഡേ 1 മുതൽ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക. ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. കാരണം വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് വേണ്ട ഒരു എക്സാമാണ്. കാരണം ആ ഒരു എക്സാം ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്, സിലബസ് കണ്ടന്റ് വളരെ കൂടുതലാണ്. അതിന് 3 ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട്. അതിനനുസരിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും റിട്ടേൺസിനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിനും നമ്മൾ പ്രിപ്പയർ ചെയ്യണതിന് അതുപോലുള്ള ഒരു എഫേർട്ട്, അതുപോലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ജസ്റ്റ് വേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജി കറക്റ്റ് ആയിരിക്കണം. സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആണെന്നിരിക്കും. അങ്ങനെയൊന്നുമല്ല. പഠിക്കുക, റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്തത്, ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡെഡിക്കേഷൻ നിങ്ങൾക്ക് വേണം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് വേണം. ഇത് രണ്ടും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമായിരിക്കും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾ വിജയിച്ചില്ല എങ്കിൽ ഭൂമിയിൽ വേറെ ഒന്നും നടക്കൂല. ഓക്കെ, അത് ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾ നല്ല സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് ഇടുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുക. നിങ്ങൾ ഈ ഒരു എക്സാം വിജയിച്ചിരിക്കും. ഈ എക്സാം എന്നല്ല, ഭൂമിയിലുള്ള ഏത് എക്സാമും നിങ്ങൾ വിജയിച്ചിരിക്കും.